എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും റെഡി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. യാ, പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയുടെ ഒഫീഷ്യൽ എന്തോ ഒരു സാധനം വന്നിട്ടുണ്ട്. ഇന്നലെ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ ഞാൻ കോഴിക്കോട് പോയി ബീച്ചിലൊക്കെ അങ്ങനെ കറങ്ങിയിട്ട് നമ്മളെ വിളിച്ചു വരുന്നില്ല. അത് എന്ത് ചെയ്യാനാ? അതുകൊണ്ട് തന്നെ ആ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ആ ഒരു ബാധ്യത പറഞ്ഞു കിട്ടിയത് വിക്രമാദിത്യനും ഏതാണെന്ന് പറഞ്ഞ പോലെ എന്തോ ഷോൾഡറിന് എന്തോ ഒരു വെയിറ്റ് കുറവ് എങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ മനസ്സിലായി കുറച്ച് കഴിഞ്ഞപ്പോ. ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകുമ്പോഴും എനിക്കും അങ്ങനെ തന്നെ എന്തോ ഒരു ആശ്വാസല്ലേ, ഒരു സമാധാനമൊക്കെ. ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സുഹൃത്തുക്കളെ ഒരുപാട് പേരെ കണ്ടു. സന്തോഷം. നമ്മളെ ഫാമിലിയിൽ ഒരുപാട് പേരെ കണ്ടു. എല്ലാവർക്കും ഹായ്. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ മിസ് ചെയ്തിട്ടുണ്ടെന്ന്. എല്ലാവരോടും ഹായ്. അല്ല പിന്നെ ചേട്ടേ കൂടി നിനക്കാണ് മിസ്സായത്. അതൊരു സത്യം. ഉച്ചക്കത്തെ ചോറൊക്കെ ഉണ്ടല്ലോ മോനെ. ചോറിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. നിനക്ക് അത് ശരി, വെറും വേസ്റ്റ് ആണ്. സീ ഫുഡ്സ് കാര്യങ്ങൾ അങ്ങനെയൊന്നല്ല. ഇത് വെറും മന്തി. സീ ഫുഡ് ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷെ ചോറ് കൂട്ടി കഴിക്കരുത്. സീ ഫുഡ് മാത്രം കഴിക്കും. അതെ, സീ ഫുഡ് മാത്രമായിട്ട് മന്തിയാക്കി വെച്ചു കൊടുക്കണം. അങ്ങനൊന്നും വേണ്ട. റൈസ് ഒന്നും വേണമെന്നല്ല. നല്ല നെയ്മീനൊക്കെ പൊരിച്ചത്, അങ്ങനെ ഇരുന്നിട്ട് ഗ്രില്ല് ചെയ്ത ഫിഷ്. ഓക്കെ, കാറ്റിലേക്ക് വരാം. സോൾ ഓഫ് പ്രിൻസ് ഒരു ഒഫീഷ്യൽ തീം വന്നിട്ടുണ്ട്. ഗ്ലിംസ് ഒക്കെ പോലെ ഒരു ചെറിയൊരു സാധനം. അതെ, ഞാൻ കണ്ടിട്ടില്ല. ഇവൻ ഒരു വട്ടം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കണ്ടു ഒരു പ്രാവശ്യം കണ്ടു. ഒന്നുകൂടെ വട്ടം കണ്ടോ? ഒന്നുകൂടി കാണാം. ഓക്കെ, കാണാം. മാജിക് ഫ്രൈസ്. പ്രിൻസാണോ ചിറകടിച്ചു വരുന്നത്? ജാതി പ്രശ്നം കേട്ടോ. അരികത്തായാരോ പാടുന്നുണ്ടോ, അതോ എന്റെ മനസ്സാണോ? മഞ്ജു പിള്ളൈ, വിനീത് കാട്ടി, ഭാര്യയും മക്കളുള്ളവർക്ക് ഞാനൊരു കോമഡി പീസായിരിക്കും. എൻ്റെ അവസ്ഥകളും കോമഡി ആയിരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫ് കോമഡി അല്ല സാറേ. വിൻഡോ സ്റ്റീഫൻ, ഷാരിസ് മുഹമ്മദ്. ഏപ്രിൽ റിലീസ് എത്തും. ഏപ്രിൽ ഒരുപാട് വലിയ സിനിമകളാണ് വരുന്നത്. അതിന്റെ കൂടെ ഒരു വലിയ സിനിമ അല്ല, അവൽ തന്നെ ഞാൻ ഈ പറഞ്ഞത് അതിലൊന്നാണ് ഇത്. അങ്ങനെ പറ. ഓക്കെ, ഏപ്രിലിലെ സിനിമ റിലീസിനെത്തും. ഫാമിലി, പ്രിൻസിന്റെ ആ ഫാമിലി അല്ലേ ഇപ്പൊ കണ്ടത്? തീർച്ചയായിട്ടും ആ ഫാമിലി തന്നെ. അളിയനാണോ ജൂനിയർ ആന്റണി? ആയിരിക്കാം. എന്തു പണിക്കര്, പിന്നെ മഞ്ജു പിള്ളൈ, സിദ്ദീഖ്. ഇത് കണ്ടിട്ടൊരു കാട്ട ഫാമിലിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ എന്തോ സബ്ജക്ട് സംസാരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നല്ലോ. നല്ല ഒരു സാധനമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു സാധനത്തിന്റെ മാത്രം ഒഴിച്ച് അത് സ്ഥിരം ദിലീപ് സിനിമകളിലുള്ള ഒരു സാധനമാണ്. നീ ആ പാട്ട് പാടിയില്ലേ, ആ സാധനം, ആ ചാടി വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അത് എത്രയോ സിനിമകൾ കണ്ടിട്ടുള്ള സാധനം എന്നറിയോ? അത് തന്നെയാണ് ഞാൻ ആ പാട്ട് മനസ്സിലായി. വെറൈറ്റി സാധനം തോന്നുന്നുണ്ട് കേട്ടോ. അതായത് സ്ഥിരം അതെ, അങ്ങനെ വെറൈറ്റി. അതായത് സ്ഥിരം ദിലീപിനെ ഒരുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കോമഡി മാക്സിമം വേണം കരുതിയിട്ട് അതിന് ട്രൈ ചെയ്ത് പരാജയപ്പെടുന്ന ഒരു കൂട്ടം സിനിമകളുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത് നോക്കിയാൽ മതി. കുറേ സിനിമകൾ അത് മൊത്തം പരാജയമാകും. പക്ഷെ അങ്ങനെയല്ല, ഇതിന്റെ മറ്റൊരു വശമാണ് പിടിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ലാസ്റ്റ് ക്ലൈമാക്സിലെ ഡയലോഗ്. ഈ വീഡിയോയിലുള്ള ക്ലൈമാക്സിലുണ്ടല്ലോ, അതായത് എൻ്റെ ജീവിതം മറ്റു പലർക്കും കോമഡി ആയിരിക്കും, പക്ഷെ എനിക്ക് എൻ്റെ ജീവിതം ഒരു കോമഡി അല്ല സാറേന്ന്. സാറേന്നാ വിളിച്ചത്, അപ്പാളിയാനല്ല. അല്ല, അപ്പൊ ലാസ്റ്റ് ഇരിക്കുന്ന ജോണി ആന്റണിയാണ്. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു, അതായത് ഒരു
ഈ ഒരു കാലഘട്ടത്തിന് അനുസരിച്ചുള്ളൊരു സ്ക്രിപ്റ്റും അതിനനുസരിച്ച് പറയുന്ന ഒരു കഥയാണെന്ന് തോന്നുന്നു. അതായത് അത്രയ്ക്കും വ്യത്യാസം തോന്നുന്നുണ്ട്. എന്താണെങ്കിലും സീരിയസ് ആയി അവതരിപ്പിക്കണം, അത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. ചെറിയ കോമഡികളൊക്കെ ഓക്കെയാണ്, പക്ഷെ സ്ഥിരം അതായത് ദിലീപിനെ കാണണം അല്ലെങ്കിൽ പഴയ ദിലീപിനെ പോലെ ഇരിക്കണം എന്ന് കരുതിയിട്ട് ഇപ്പം നമുക്കറിയാം പവി കെയർ ടേക്കർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ദിലീപ് സിനിമകളുടെ സാധനങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കാണിച്ചിട്ട് അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കി നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ സെറ്റാണ്. എന്തായാലും ബിൻഡോ സ്റ്റീഫനാണ് ഇതിന്റെ സംവിധാനം, ഇതിന്റെ സ്ക്രിപ്റ്റ് സാരിഷ് മുഹമ്മദ് ആണ്, മാജിക് ഫ്രെയിംസ് ആണ് ഇതിന്റെ പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷ ഉണ്ട്. ധ്യാൻ ശ്രീനിവാസന്റെ ക്യാരക്ടർ ഇങ്ങനെ കുറുമ്പം കാണിച്ച് എന്തോ ഒരു അനിയനാണ്. പിന്നെ മാത്രമല്ല ഈ പുറത്താക്കപ്പെടുന്ന ക്യാരക്ടർ എന്ന് പറയില്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഭയങ്കരമായിട്ട് സ്നേഹിച്ചുകൊണ്ട് തന്നെ നടക്കുന്ന ഒരു ക്യാരക്ടർ. എന്നാൽ ദിലീപിന്റെ ക്യാരക്ടറിനോട് അത്രക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം. ഒരു ചെറിയ തണ്ടിത്തരം കാണിക്കുന്ന കുട്ടി. അതിൽ ആ കാണിക്കുന്ന ഷോട്ടില്ല അതിലുണ്ടല്ലോ, അത് എന്തോ ഒരു തെറ്റ് ചെയ്തിട്ട് മാറി നിൽക്കുന്ന ചീത്തൊക്കെ വിളിച്ച് അതിനുശേഷം പിന്നെ സാരലടാ വാടാ എന്ന് വിളിക്കുന്നതിന് മുൻപുള്ള ആ ഒരു കുറുമ്പ് പോലെ എനിക്കറിയാം എന്നെ വിളിക്കുന്ന എക്സ്പ്രഷൻ കറക്റ്റ് ആ സാധനമാണ്. പിന്നെ സിദ്ദീഖിന്റെ ക്യാരക്ടറിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഭയങ്കര ഒരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു അതേപോലെ ബിന്ദു പണിക്കറെ കാണിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ശരിക്കും പ്രിൻസിന്റെ ഫാമിലിയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. ആ സംഭവം എന്താണെന്ന് നമുക്ക് ഏപ്രിൽ മാസം അറിയാം. എന്തായാലും നമ്മുടെ ഹൃദയമൊക്കെ അലിയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും തോന്നുന്നു. ബിജിഎമ്മും അതേപോലെ ഇത് ഈ വീഡിയോ തന്നെ ഭയങ്കര രസമാണ്. ഫസ്റ്റ് ഒന്നും ഒരു സാധനമില്ല, ബിജിഎം മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് കൊണ്ടുപോയിട്ടാണ് ആ ഒരു ഡയലോഗ് പോലും ഉള്ളൂ. ഞാൻ ഫസ്റ്റ് മുതലുള്ള ഓരോ ഷോട്ടിൽ എനിക്ക് ചിരി വരാൻ കാരണം കേട്ടോ, ഞാൻ ചിരിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അതായത് ഫസ്റ്റ് പ്രിൻസേന്ന് വിളിക്കുന്നു, ആ സമയത്ത് ഏതോ ഒരു കിളി പറന്നു വരുന്നു, അപ്പോൾ പ്രിൻസായിട്ട് അവരെ കാണുന്നതാണ് ഒന്ന് ഫീൽ ചെയ്തത്. അതിനുശേഷം കാണിക്കുന്നത് ജാതിയാണ്, അപ്പോൾ ജാതി പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതായത് ഒരാളുണ്ട്, ആളുടെ പേരെന്താ പറഞ്ഞൂടാ, ദിലീപും. ഇവർ രണ്ടുപേരും എന്തോ കണ്ടതുപോലെ അങ്ങനെ നോക്കുന്നതാ, അങ്ങനെ ആ ചിരിയോടെ. അപ്പോൾ ജാതിയിൽ നിന്ന് കുരു പോയതാണ് നോക്കി കാണുന്നുള്ള രീതിയിലുള്ളൊരു ഫീല് അവിടെ കിട്ടി. എന്താണെങ്കിലും ഈ സാധനം വന്നത് ഭയങ്കര അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വരവായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനെ ഒരു സാധനം അനൗൺസ്മെന്റോ സംഭവങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, പെട്ടെന്ന് സാധനം കിട്ടും. ശരിക്കും അങ്ങനെ ചെയ്യരുതല്ലേ, ശരിക്കും ആഘോഷിക്കാൻ തന്നതിന് ശേഷം അപ്പോഴല്ല അതിന്റെ ഒരു വൈബ് എത്തുള്ളൂ. അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. അത് എന്തെങ്കിലുമൊക്കെ വരും എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രിപ്പൊക്കെ ഇന്നലെ മാറ്റിയത്. പിന്നെ എനിക്ക് അവിടെ സമാധാനം കിട്ടുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും എന്റെ ക്യാരക്ടർ അറിയാലോ, സാധനം എന്തെങ്കിലും വേറെ വലുതൊന്നും വരാഞ്ഞത്, ഇതിലും വലുതൊന്നും വരാഞ്ഞത് ഭാഗ്യം. അതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. അപ്പോഴേ ഓട്ടോ അടിച്ചിട്ട് വന്നേ, റിട്ടേൺ അപ്പൊ പോന്നേന്. എന്താണെങ്കിലും ഇനി ഇങ്ങനെ മിസ്സാവാതെ നോക്കുന്നതായിരിക്കും. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.